Today we are going to discuss functions of business research and benefits of business research. First of all, we are going to discuss functions of business research. Business research is a subsector of research and covers market research, financial research, and human resource research, etc. In business, research is conducted to resolve many issues related with the day-to-day activities of the business concern and etc. നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതായത് ബിസിനസിനെ കൂടുതൽ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് മാനേജ്മെന്റ് ടൂൾ. മെയിൻ ഫങ്ഷൻ ഓഫ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക ഫോർ മേക്കിംഗ് ബെസ്റ്റ് ബിസിനസ് ഡിസിഷൻസ്. ബെസ്റ്റ് ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ബിസിനസ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ പ്രൊഡക്ഷനും ഫിനാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ റിസർച്ച് നടന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതൊക്കെ അസസ് ചെയ്യുക, അത് ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, അതുപോലെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിലെ വരുന്ന ബിസിനസ് റിസർച്ചിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു ടൂളായിട്ട്, മാനേജ്മെന്റ് ടൂളായിട്ട് നമ്മൾ ബിസിനസ് റിസർച്ച് ആക്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം ത്രൂ ഇന്റേണൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിലൂടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെയും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. A proprietary research study or by simply gathering or purchasing statistics and data from reliable sources. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്യാദറിംഗ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇന്റേണൽ ആയിട്ട് നമുക്ക് ഇന്റേണൽ റിപ്പോർട്ടിങ്ങിലൂടെയും ഫിനാൻഷ്യൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെയും നമുക്ക് വേരിയസ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ദെൻ തേർഡ് വൺ, റീഡിഫൈനിങ് പെർസെപ്ഷൻസ്. It provides an opportunity for investment. We can assess to what extent the collected information is suitable for business. അപ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എത്രത്തോളം ബിസിനസ് സ്യൂട്ടബിൾ ആണ്. The manufacturer may have some assumption about the industry. അപ്പോൾ നമ്മളൊരു മാനുഫാക്ചർക്ക് ഇൻഡസ്ട്രിനെ കുറിച്ചൊരു നമുക്കൊരു അസംഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പെർസെപ്ഷൻ ഒക്കെ, ഈ ഒരു അസംഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, ബിസിനസ് റിസർച്ചിലൂടെ മാറ്റേണ്ടി വരും ചിലപ്പോൾ. ഓൾ ദീസ് മേ ചേഞ്ച് ത്രൂ ദ ബിസിനസ് റിസർച്ച് അസസ്മെന്റ്. അപ്പൊ നമുക്ക് മാനുഫാക്ചറർക്കുള്ള പല അസംഷനും എന്ത് ചെയ്യാം, ബിസിനസ് റിസർച്ചിലൂടെ റീഡിഫൈൻ ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ പെർസെപ്ഷൻസ് റീഡിഫൈൻ ചെയ്യാനും ബിസിനസ് റിസർച്ച് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, റിസ്ക് മാനേജ്മെന്റ്. നമുക്ക് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ, ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ഇൻഫർമേഷനും, പല മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അങ്ങനെ പ്രോഡക്റ്റിന് എല്ലാ കൺസ്യൂമേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നു. അതുപോലെ അഡ്വർടൈസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഏത് റിസർച്ച് കണ്ടെത്താലും അതിനെക്കുറിച്ചുള്ള പ്രസന്റ് ആയിട്ട് എന്താണ് ഇപ്പോൾ ഉള്ളത്, പ്രസന്റ് കണ്ടീഷൻസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് കുറെ കുറക്കാൻ പറ്റും. നമുക്ക് അറിയാം, കണ്ടീഷൻസ് അറിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസന്റ് കണ്ടീഷൻസ് നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഷേപ്പ് സ്ട്രാറ്റജീസ്. Business research can inform and shape business strategies.
Researching trends or tracking industry data can provide or stimulate strategic planning. If we know what competitors are doing and the direction they are headed, then it can inform present business strategies. Conducting business research in the area of consumer preferences reveals what products need further development and what features may be beneficial to add. ഇപ്പോൾ സ്ട്രാറ്റജീസ് ഷേപ്പ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അവർ ഫോളോ ചെയ്യുന്ന, അവർ മാർക്കറ്റിൽ അഡോപ്റ്റ് ചെയ്യുന്ന, അവർ ഇൻഡസ്ട്രിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോളിസീസ് എന്തൊക്കെയാണ്. അപ്പൊ അവരുടെ സ്ട്രാറ്റജീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലതാണെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. അവരെന്താണ് അവര് എന്താണ് ഫോളോ ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്കും എന്ത് ചെയ്യാം, നമ്മുടെ പോളിസീസിൽ നമ്മുടെ സ്ട്രാറ്റജീസിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ സെയിൽസ് നടത്തിയാലാണ്, എങ്ങനെ നമ്മൾ അതിലെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തിയാലാണ് നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജീസ് ഷേപ്പ് ചെയ്യാനും ബിസിനസ് റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് പറഞ്ഞ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഒന്ന് മാനേജ്മെന്റ് ടൂൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ നമുക്ക് വേരിയസ് ഇൻഫർമേഷൻ നമുക്ക് ഇന്റേണൽ റിപ്പോർട്ടിങ്ങിലൂടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെയും കിട്ടുന്നു, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ദെൻ നെക്സ്റ്റ് വൺ റീഡിഫൈനിങ് പെർസെപ്ഷൻസ്. നമ്മൾ ബിസിനസ് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മൾ ഓൾറെഡി നമ്മൾക്ക് ഉണ്ടായിരുന്ന അസംഷൻസ് ഒക്കെ അത് എടുക്കാൻ പറ്റും. ദെൻ റിസ്ക് മാനേജ്മെന്റ്. നമുക്ക് പ്രസന്റ് കണ്ടീഷൻസ്, മാർക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ കണ്ടീഷൻസും നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസ്ക് പല രീതിയിൽ നമുക്ക് കുറക്കാൻ പറ്റും. ദെൻ ഷേപ്പ് സ്ട്രാറ്റജീസ്. കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ സ്ട്രാറ്റജീസിനനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ചിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? Benefits of business research. ബെനിഫിറ്റ്സ് ഇൻഡസ്ട്രിയിലും അതുപോലെ ബിസിനസ്സിലൊക്കെ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ബിസിനസ് റിസർച്ച് കളക്ട്സ് ഇൻഫർമേഷൻ ഓൺ ദ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ നേഷൻ. നമ്മൾ ബിസിനസ് റിസർച്ച് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ സോഷ്യൽ സ്ട്രക്ചർ, നാഷണൽ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ എക്കണോമി ആൻഡ് വാട്ട് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്ത് ചേഞ്ചസ് ഒക്കെയാണ് അവിടെ നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് ബിസിനസ്സിനും ഇൻഡസ്ട്രിക്കുള്ള ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ എക്കണോമിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യും. അതുപോലെ സോഷ്യൽ, അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ എക്കണോമിയിൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ചേഞ്ചസ് ഇൻ ദ എക്കണോമി, അത് നമുക്ക് അറിയാൻ പറ്റും. Then research has its special significance in solving various operational and planning problems of business and industry. ഇൻഡസ്ട്രിയിലെയും ബിസിനസ്സിലെയും കുറെ ഓപ്പറേഷണൽ പ്രോബ്ലംസ്, പ്ലാനിങ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനും റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ സോൾവിങ് ഓപ്പറേഷണൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്ലാനിങ് പ്രോബ്ലംസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും to business research. Then it helps to people in business and industry that are responsible for taking business decisions.
ബിസിനസ് ഡിസിഷൻ എടുക്കാൻ ബിസിനസിനെയും ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ ഇത് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. Then, given knowledge of future demand, the firm or an industry can adjust its supply schedule within the limits of its projected capacity. നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ ഫേമിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സപ്ലൈ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ പ്രൊജക്റ്റഡ് കപ്പാസിറ്റിക്കുള്ളിൽ തന്നെ നിന്ന് അവരുടെ സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ ഡിമാൻഡിനനുസരിച്ച് ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യും. Then, research with regard to demand and market factors has great utility in business. അപ്പോൾ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഫാക്ടേഴ്സ് അതായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൽ അതിന് നല്ലൊരു റിസർച്ചിന് നല്ലൊരു എന്താണ് യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ ഡിമാൻഡും മാർക്കറ്റ് ഫാക്ടേഴ്സും അതിനെ കുറിച്ചൊക്കെ നടത്തുന്ന സ്റ്റഡി അതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഇതിലുണ്ട്. Research with regard to demand and market factors has great utility in business. ബിസിനസ്സിന് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് മാർക്കറ്റ് ഫാക്ടേഴ്സിനായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിന് നല്ലൊരു യൂട്ടിലിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ്, ബിസിനസ് റിസർച്ചിന്റെ ബെനിഫിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എക്കണോമിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ റിസർച്ച് വേരിയസ് ഓപ്പറേഷണൽ പ്രോബ്ലംസ്, പ്ലാനിങ് പ്രോബ്ലംസ്, ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലുള്ള പ്ലാനിങ് പ്രോബ്ലംസും ഓപ്പറേഷണൽ പ്രോബ്ലംസും ഒക്കെ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബിസിനസ്സിലും ഇൻഡസ്ട്രിയിലും എന്താണ് ഡിസിഷൻസ് എടുക്കാൻ, ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്യൂച്ചർ ഡിമാൻഡിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫേമിനും ഇൻഡസ്ട്രിക്കും എന്ത് ചെയ്യാം, അവരുടെ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. Then റിസർച്ച് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ ബിസിനസ്സിൽ വളരെയധികം യൂട്ടിലിറ്റി ഉള്ളതാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്, ഫങ്ഷൻസ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്. ഓക്കെ, താങ്ക് യു.